എന്റെ സിനിമ ഇറങ്ങുന്നുണ്ട്, അത് കാണണമെന്ന് നിർബന്ധമില്ല, പക്ഷേ നിർബന്ധമായും വോട്ട് ചെയ്യണമെന്ന് നടൻ ടോവിനോ തോമസ്. സിനിമ കാണുന്നത് വ്യക്തി താല്പര്യവും എന്നാൽ വോട്ട് ചെയ്യുന്നത് കടമയുമാണെന്ന് ടോവിനോ തോമസ് പറയുന്നു. തെരഞ്ഞെടുപ്പുകളിൽ വിവേകപൂർവ്വം വോട്ടവകാശം വിനിയോഗിക്കുന്നത് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നതിനും ഭാവി സുരക്ഷിതമാക്കുന്നതിനുമുള്ള സുവർണാവസരമാണെന്നും ടോവിനോ പറഞ്ഞു. എറണാകുളത്ത് ദേശീയ സമ്മതിദായക ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു തെരഞ്ഞെടുപ്പ് വകുപ്പിന്റെ സ്വീപ് ഐക്കോൺ കൂടിയായ ടോവിനോ തോമസ്. ടോവിനോയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: തന്റെ സിനിമ ഇറങ്ങുന്നുണ്ട്, എന്നാൽ ആ സിനിമ കാണണമെന്ന് നിർബന്ധമില്ല, പക്ഷേ വോട്ട് ചെയ്യുക എന്നത് നിർബന്ധമാണ്. രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുകയാണ് വോട്ടിങ്ങിലൂടെ സാധ്യമാകുന്നതെന്നും ടോവിനോ പറഞ്ഞു. വോട്ട് ചെയ്യുക എന്നത് ഓരോ പൗരന്റെയും കടമയാണെന്നും വോട്ട് ചെയ്യാതിരിക്കുന്നത് നമ്മെ മാത്രമല്ല നമുക്ക് ചുറ്റുമുള്ളവരെയും ബാധിക്കുമെന്നും ടോവിനോ തോമസ് വ്യക്തമാക്കി. ജനാധിപത്യം കാത്തു സൂക്ഷിക്കാൻ കഴിയുന്ന, നമ്മെ നയിക്കാൻ കഴിയുന്ന വ്യക്തിക്കായിരിക്കും തന്റെ വോട്ടെന്നും ടോവിനോ തോമസ് വ്യക്തമാക്കി. വോട്ടവകാശം ലഭിച്ച ശേഷം വോട്ട് ചെയ്യാനുള്ള അവസരം ഒരിക്കലും താൻ നഷ്ടപ്പെടുത്തിയിട്ടില്ലെന്ന് പറഞ്ഞ ടോവിനോ, ഭാവി തലമുറകൾ സുരക്ഷിതരായിരിക്കാനും തുല്യത ഉറപ്പാക്കാനും യുവാക്കളടക്കം എല്ലാവരും വോട്ട് ചെയ്യണമെന്നും അഭ്യർത്ഥിച്ചു. രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുകയാണ് വോട്ടിങ്ങിലൂടെ സാധ്യമാകുന്നത്. വോട്ട് ചെയ്യുക എന്നത് ഓരോ പൗരന്റെയും കടമയാണ്. വോട്ട് ചെയ്യാതിരിക്കുന്നത് നമ്മെ മാത്രമല്ല നമുക്ക് ചുറ്റുമുള്ളവരെ ബാധിക്കുമെന്നും ടോവിനോ പറഞ്ഞു. യുവാക്കളടക്കം എല്ലാവരും വോട്ട് ചെയ്യണമെന്നും ടോവിനോ ആവശ്യപ്പെടുന്നുണ്ട്. ഭാവി തലമുറ സുരക്ഷിതരായിരിക്കണമെങ്കിൽ എല്ലാവരും വോട്ട് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്നും അധികൃതരോട് ടോവിനോ തോമസ് ആവശ്യപ്പെട്ടു. വോട്ടവകാശം വിനിയോഗിക്കുന്നതിന്റെ പ്രാധാന്യം യുവ വോട്ടർമാരിൽ സൃഷ്ടിക്കാനുള്ള പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. അതേസമയം അദൃശ്യജാലകങ്ങളാണ് ടോവിനോ തോമസിന്റേതായി അവസാനം തിയേറ്ററിലെത്തിയ സിനിമ. അദൃശ്യജാലകങ്ങൾ ടാലന്റ് ബ്ലാക്ക് നൈറ്റ്സ് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ മത്സര വിഭാഗത്തിൽ പ്രദർശിപ്പിച്ചിരുന്നു. നവംബർ 24-ന് ചിത്രം തിയേറ്ററുകളിലെത്തിയെങ്കിലും ബോക്സ് ഓഫീസിൽ ശ്രദ്ധ നേടാനായില്ല. നിമിഷ സജയൻ, ഇന്ദ്രൻസ് എന്നിവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളായി എത്തിയത്. അന്വേഷിപ്പിൻ കണ്ടെത്തുമാണ് ടോവിനോയുടേതായി റിലീസിനൊരുങ്ങുന്ന അടുത്ത ചിത്രം. ഫെബ്രുവരി 9-നാണ് ചിത്രത്തിന്റെ റിലീസ് തീരുമാനിച്ചിരിക്കുന്നത്. അജയന്റെ രണ്ടാം മോഷണം, എമ്പുരാൻ, നടികർ, ഐഡന്റിറ്റി തുടങ്ങി വലിയൊരു നിര തന്നെയാണ് ടോവിനോ തോമസിന്റെ അപ്കമിംഗ് ലൈനപ്പിലുള്ളത്. ടോവിനോ തോമസിനെ നായകനാക്കി നവാഗതനായ ജിതിൻ ലാൽ ഒരുക്കുന്ന ഫാന്റസി ചിത്രമാണ് അജയന്റെ രണ്ടാം മോഷണം. പൂർണ്ണമായും 3D-യിൽ ഒരുങ്ങുന്ന ചിത്രം മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ബജറ്റിൽ പൂർത്തിയാക്കുന്ന സിനിമകളിൽ ഒന്നാണ്. 3 വേഷങ്ങളിലാണ് ചിത്രത്തിൽ ടോവിനോ തോമസ് എത്തുന്നത്. മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്കു, കന്നഡ എന്നിങ്ങനെ 6 ഭാഷകളിലായി അജയന്റെ രണ്ടാം മോഷണം പ്രേക്ഷകർക്ക് മുന്നിലെത്തും. കൃതി ഷെട്ടി, ഐശ്വര്യ രാജേഷ്, സുരഭി ലക്ഷ്മി എന്നിവരാണ് ചിത്രത്തിൽ നായികാ വേഷത്തിൽ എത്തുന്നത്. 3 കാലഘട്ടങ്ങളുടെ കഥ പറയുന്ന അജയന്റെ രണ്ടാം മോഷണം പാൻ ഇന്ത്യൻ സിനിമയായാണ് എത്തിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.